അങ്ങനെ പിടിച്ചാൽ മതിയല്ലോ, അവരൊക്കെ എത്തുന്നേ. ലൈന് നേരെ വെക്കുവോ? കറക്റ്റ് ഇരിക്കട്ടെ ലൈന്.
ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമേതി കൃഷ്ണേതി നാമസങ്കീർത്തനം സദാ ലോകക്ഷേമായ പൂവന്തം കേശവം സദ്ഗുരും ഭജേ കേശവം സദ്ഗുരും ഭജേ കേശവം സദ്ഗുരും ഭജേ യത്ര യത്ര മമ ചിത്തപങ്കജം തത്ര തത്ര തവ കോമളം വപു യത്ര യത്ര മമ വാക് പ്രകാശത്തെ തത്ര തത്ര തവ നാമസന്തതി ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭാഗവത്തിലെ ആശയങ്ങൾ നമുക്ക് പറയാനും കേൾക്കാനും ഒക്കെ നമ്മുടെ ശാസ്ത്രാവും എല്ലാവരും ശ്രദ്ധിക്കുക. നെയ്വിളക്ക് നാളത്തം കൊണ്ട് തൊടാതെ സഞ്ചരിക്കുക. സാധിക്കുമെങ്കിൽ പരമാവധി ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുക. വിളക്ക് ചേർത്ത് വയ്ക്കുക. വിളക്കിൻ്റെ അടുത്തുകൂടെ പോകുമ്പോൾ ശ്രദ്ധിക്കുക. കയ്യിൽ കൊടുത്തിരിക്കുന്ന വിളക്ക് മുന്നിലുള്ള ആളുകൾ കുറച്ച് അകത്തി പിടിക്കുക. നെയ്വിളക്ക് സമർപ്പിച്ച് കഴിയുന്ന രീതിയിൽ ഭഗവാനെ വീണ്ടും നമസ്കരിച്ച് നമുക്ക് ഈ സമർപ്പണ സുദിനത്തിൽ ഭഗവാനെ ആശ്രയിച്ചിട്ട് ആ ഒരു ഭാവത്തെ കൊണ്ട് വെറും വാക്കുകളിലൂടെ മാത്രമല്ലാതെ പ്രവൃത്തിയിലൂടെയും ചിന്തയിലൂടെയും ഒക്കെ പ്രാവർത്തികമാക്കാനാണ് ഈ ഉപാസന മാർഗങ്ങൾ. അത്തരത്തിൽ സർവവ്യാപിയായ ഭഗവാൻ എല്ലാ ജീവജാലങ്ങളും ഈശ്വരനെ കാണുന്ന എല്ലാത്തിനോടും നമുക്ക് അത്യന്തമായ ഒരു സ്നേഹത്തോടെ ഇഷ്ടത്തോടെ വരുവാൻ സാധിക്കണം. ആരോടും ഒരു തരത്തിലുള്ള വിദ്വേഷവും നമുക്ക് ഉണ്ടാകട്ടെ. എന്നാൽ എത്രത്തോളം നമ്മൾ നമ്മളെ കാണുന്നുവോ അതുപോലെ നമ്മൾ നമ്മളിലൂടെ ഈ ലോകത്തെയും എല്ലാവരെയും കാണാൻ സാധിക്കണം. വളരെ